കണ്ടാ നല്ല മഴ ചാറിയും കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരാൾ കണ്ടോ പനി പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണത് കണ്ടോ? പാടത്ത് തോട്ടീനെ കോലം നാട്ടി വെച്ച പോലെയാണ് ഈ നിൽക്കണത്. മര്യാദക്ക് ഇങ്ങോട്ട് കയറിക്കോ നീ. ആ നല്ല രസം. നമ്മൾ നാളെ കൊണ്ടുവന്ന വിറകുകളാണ് കേട്ടോ. അത് വെട്ടിയിട്ടിട്ട് പിന്നെ ചെയ്തില്ല. ഇതും ആ വിറകുകളൊക്കെ അല്ലേ വിറകാലയിൽ കൊണ്ടുവച്ചത്. കുറേ വെട്ടിയായുണ്ട്. എവിടെ? ഇതിൻ്റെ ഉള്ളിൽ. അതിലൊരു കുഴപ്പമില്ല. ആ അതിൻ്റെ ഉള്ളിൽ വെക്കാനേ ഇതൊക്കെ ഉണങ്ങിയതാണ്. തീ പിടിപ്പിക്കാനും സുഖമാണ്. മഴച്ചാറിൽ കൊള്ളണ്ട, മഴ പോയിട്ട് മതി. ചളി തന്നെ. സംക്രാന്തി ആയിട്ടോ. സംക്രാന്തി ആയിട്ടോ. ഞങ്ങളിവിടെ സംക്രാന്തി പറയുന്നത് അല്ലേ. അപ്പോൾ അതായി. ഇനി നമുക്ക് മൈലാഞ്ചി ഇടുന്നത് മാത്രമല്ല, കുറേ വീടില്ലേ. സുഗന്യക്ക് ദോശ ഇറച്ചി തിന്നണ പരിപാടി. ജനലും വാതിലും ഒക്കെ ആദ്യമൊക്കെ അല്ലേ ഓലപ്പരയൊക്കെ എഴുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ പാറകത്തിൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്നിട്ട് ഉരക്കലായിരിക്കും കേട്ടോ, മരത്തിൻ്റെതൊക്കെ. ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ ചോറിനാനൊക്കെ ഇരിക്കുന്നത് പലകയിലല്ലേ. അപ്പം ആ പലക, കട്ടിൽ, ജനൽ, അന്ന് ജനലൊന്നും ഇല്ല കേട്ടോ. ജനലില്ല. വാതിലുകളുണ്ടെങ്കിൽ മരവാതിലുകളൊക്കെ വൃത്തിയാക്കും. എന്നാലും നമ്മൾ ചെയ്യണം. എന്നിട്ട് ഒരു ചേട്ടേക്കളയിലൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ ചേട്ടേക്കളയിലൊന്നുമില്ല. എന്താ വെച്ചാൽ ഇപ്പം ആർക്കും ചേട്ടയൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ടാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പണിക്കും കൊണ്ട് സംക്രാന്തിയൊക്കെ ആകുമ്പോൾ നല്ലത് വരാൻ, അശുദ്ധി പോയിട്ട് നല്ലത് വരാൻ പറഞ്ഞിട്ട്. അത് പണ്ടൊക്കെ ചേട്ടനെ കണ്ടിട്ടില്ല. ഇതാ മുമ്പിലൊന്ന് വീഡിയോ എടുത്തിട്ട് നിൽക്കുന്നു. രണ്ട് കാലും രണ്ട് കൈയും ഒരു അതന്നെയാ പറയണേ. മുമ്പിൽ ഇതാ നിൽക്കണു ഞാനൊന്നേന്ന്. ചേട്ടാ കണ്ടിട്ടില്ല. എടി ചേട്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ആയിരിക്കും. അല്ലാപ്പം എന്തായിരിക്കും എനിക്കറിയില്ല കേട്ടോ. അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്താ നല്ലത് ചീത്ത പോയിട്ട് നല്ലത് വായോ, ഐശ്വര്യം വായോ എന്നാണ് അതിന്റെ ഇത്. നമ്മുടെ വീട്ടിലെ ചീത്ത കളഞ്ഞിട്ട് നല്ല ഐശ്വര്യം വരട്ടേന്ന്. അതാണ് അന്നത്തെ ദിവസം നമ്മൾ ഇറച്ചിയും ദോശയൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമ്മുടെ ഈ പാലക്കാട് മാത്രമാണോ ഇത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാഗത്തൊക്കെ ചിലയിടത്തൊക്കെ പൂവിടാൻ തുടങ്ങിയിരിക്കണോ മുറ്റത്ത് ഓണത്തിൻ്റെ. ചില ആൾക്കാർ കാഞ്ഞിരം ആ ഭാഗത്തൊക്കെ ഇനി കർക്കിടക മാസം 1-ാം തീയതി മുതൽ പൂവിട്ടുകൊണ്ടേയിരിക്കും. ചിങ്ങത്തിലല്ല, മിഥുന മാസം 1-ാം തീയതി മുതൽ പൂവിടുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും അങ്ങനെ ഇടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചില ആൾക്കാർ കർക്കിടക മാസം മുതൽ പൂവിടാൻ തുടങ്ങും. ഏട്ടൻ കണ്ടില്ലേ കാഞ്ഞിരത്ത് പോയപ്പോൾ ചില വീട്ടുകൾ കൂടെ പൂവിട്ടേക്കണ്. നമ്മളിവിടെ അത്തം മുതൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇടുള്ളൂ. പിന്നെ ഇനി തിരുവോണം ഇടും, അവിട്ടിടും. ചതയൊക്കെ ആകുമ്പോഴേക്കും മടുപ്പായി. പിന്നെ എന്താ വെച്ചാൽ വിരുന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ വിരുന്നൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഇടാനും ആൾക്കാരുണ്ടെങ്കിൽ ഇടൂല്ല കേട്ടോ. അങ്ങനെയാണ്. പക്ഷേ മാതോര് വെക്കുന്ന ദിവസം രാഹുകാലം കേതുകാലം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കിയിട്ട് എടുക്കുന്ന സമയം അതേപോലെ ചെയ്യും കേട്ടോ. അങ്ങനെ അതല്ല, ഓരോ ഭാഗത്ത് ഓരോ ചിട്ടകളല്ലേ. ഈ കണ്ടിട്ടില്ല പൂവിടുന്നത്? കണ്ടിട്ടില്ല? ചില ആൾക്കാർ ഇടാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഓരോ ഭാഗത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ചെയ്യാറുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ആ വിഭാഗം ആൾക്കാരെ പറയാത്തത്. നമ്മളത് ജാതി പറഞ്ഞു എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത് ലേട്ടാ. അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ തിരുവോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയില്യമകം അതുവരെ പൂവിടുന്ന ആൾക്കാരും ഉണ്ട്. നിൻ്റെ അമ്മേ. എന്നിട്ട് തിരുവോണത്തിൻ്റെ ആഘോഷിച്ചതിനെക്കാട്ടിലും ചില ആൾക്കാർ ആയില്യമകത്തിനെ ആഘോഷിക്കണവരും ഉണ്ട് കേട്ടോ. തുണികൾ മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ തുണികൾ ഉണക്കാൻ പറ്റിയ സുകന്യെ. നീയും അത് പുറത്താ എന്ത് സുകന്യക്കില്ലേ മഴ വന്നപ്പോ തണുപ്പ് പിടിച്ചിരിക്കുക. കുളിക്കണോ കുളിക്കണ്ടേ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ പിന്നെ കുളിക്കുകയൊക്കെ ചെയ്തു.
തണുപ്പാണ് വെച്ചാലും കുളിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടായില്ല. പക്ഷെ എന്താ ഈ മഴക്കാലമായുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് ഉറക്കം കുളിച്ചില്ലെങ്കിൽ ഉറക്കം വരുന്നു. ആ കുളിച്ചൂടെ ഇപ്പൊ എന്തിനാ കുളിക്കാതിരിക്കുന്നു? ഈ ചുള്ളിവിറകുകളില്ലേ, ഇത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വിറകാരയിൽ കൊണ്ടുവരുന്നു അത് കേട്ടോ. അവിടെ ഇരിക്കട്ടെ, ഇതിലുള്ളത് ഇവിടെ ഇരിക്കട്ടെ അല്ലേ? ഇനി ഇതും കൂടി വെട്ടി ഇങ്ങനെ ഓരോ ദിവസം കുറച്ചിശെ വെട്ടി കഴിഞ്ഞ് വെച്ചാലേ അത് കഴിയുമല്ലോ. എന്താ പിന്നെ പറഞ്ഞാൽ ഇനി നമുക്ക് സംക്രാന്തിക്ക് ഇത് ഈ ചുള്ളി വിറകുകൾ എന്തിനാണെന്നറിയാം? ദോശ ഉണ്ടാക്കാൻ ഓരോന്നങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് വെച്ചാൽ വേഗം ദോശ ആയിക്കോളൂ കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ റബ്ബർ തൊടി പോയിട്ട് വിറക് കൊണ്ടുവരും അല്ലേ? ഇങ്ങനെ ഒരു കെട്ട് വിറക് കൊണ്ടുവരും. നല്ല മഴ ഉണ്ടെങ്കിൽ പോയിട്ട് കാറ്റൊക്കെ വീശുവാണെങ്കിൽ അവിടെ പോയിട്ട് കുറെ കെട്ടി കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് വ്യത്യാസം വെയിൽ വന്നാൽ വെയിലിങ്ങനെ വരച്ചേക്കല്ലേ. ഇനി അതന്നെ, ഇതൊക്കെ ഇനി ഓർമ്മകളായി. ആ തുണികളെ അങ്ങോട്ട് മാറ്റി വെച്ചറി. ഇനി ബാക്കിയൊക്കെ വെട്ടിയിട്ട് ഇതേപോലെ. ഇപ്പം ഇവിടെ മഴ കൊള്ളണില്ല കേട്ടോ. എന്താപ്പൂ മഴ കൊള്ളണില്ല. ഇനിയൊന്നും മഴച്ചാലിൽ മാറട്ടെ. ആ ചുള്ളൽ വിറകുകൾ നമുക്കില്ലേ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. എന്നാൽ പിന്നെ തീ പിടിപ്പിക്കാൻ സുഖമായില്ലേ? അയ്യോ എന്തടാ അവിടെ ചായ കുടിക്കാൻ നോക്കുമ്പോഴല്ലേ ഒരു ഗ്ലാസ് കാണില്ല കേട്ടോ. ഫുൾ പാത്രം ഇവിടെ ഇരിക്കേ. കുട്ടികൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ചായ കുടിക്കും. എന്നിട്ട് പിന്നെ അവിടെ പാത്രമേ ഉണ്ടാവില്ല. ഏട്ടൻ പറയും വെള്ളം കുടിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ഗ്ലാസും കൂടി ഇല്ല ഈ വീട്ടിൽ. ഒരു ഗ്ലാസും കൂടി ഇല്ല ഈ വീട്ടിൽ. ഈ വീട്ടിലത്തെ ക്ലാസ്സുകളൊക്കെ എന്താ ഇവിടെ കാണാനില്ല. അവിടെ കേട്ടോ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പാത്രങ്ങളാണ്. ചായ വെക്കാനും ഇതിലൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. വെള്ളം വാർന്നിട്ട് അങ്ങോട്ട് വെക്കാലോ വിചാരിച്ച്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് നമ്മളില്ലേ ഇഞ്ചി വെള്ളമാണ് കേട്ടോ കുടിക്കണത്. കുട്ടിവെള്ളം അല്ല കുടിക്കണത്. എനിക്ക് ഭയങ്കര നെഞ്ച് ഗ്യാസിൻ്റെ പ്രശ്നമായിട്ട് ഇതിലൊക്കെ ചവിട്ടി അങ്ങോട്ട് വീഴും. ഗ്യാസിൻ്റെ പ്രശ്നമായിട്ടേ. അപ്പോൾ നെഞ്ച് വേദനയായപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്താ അങ്ങനെ അടുത്ത വീട്ടിലത്തെ ഏട്ടൻ പറഞ്ഞേ എന്തെന്നറിയോ, നിങ്ങൾ ചുക്കുവെള്ളം കുടിക്കണതിൻ്റെ പകരമല്ലേ ഇഞ്ചി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചു. സുനിയേ എന്നാ നിൻ്റെ ക്ലാസ് ഈ അവിടെ വയ്ക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞാൽ നിൻ്റെ ക്ലാസ് നിന്ന്. ആൾക്കതുകൊണ്ട് പറ്റിയില്ല. ഗൊച്ച് ഗല്ലി പറയണ പോലെ അല്ലേ? മീൻ വറുക്കണം. യെസ്, നീയും കുടിച്ചോ? ദഹനത്തിന് നല്ലതാ. എങ്ങനെ ഉണ്ടാവും? മത്തൻ്റെ പൂവൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. മത്തൻ്റെ ഇല കണ്ടു കഴിഞ്ഞു വെച്ചാൽ ഇതിലൊരു 100 മത്തനെങ്കിലും ഉണ്ടാവും വിചാരിച്ചു. ഉണ്ടായേ ഇല്ല. അനിയൻ്റെ വീട്ടിൽ ചെറിയൊരു കുമ്പളവള്ളിയിലില്ലേ കുമ്പളങ്ങ ഉണ്ടായിത്രേ. നമ്മുടെ അത്രയും വളർന്നിട്ട് ഉണ്ടായില്ല. എന്താ ഇവിടെ എത്ര വെച്ചിട്ടാ വളവും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതാ അവിടെ കണ്ടോ അവള് ചവിട്ടും പറഞ്ഞ എന്തിനാ വെറുതെ വാശി കയറ്റുന്നത്? ഈ കത്തിയില്ലേ ഒരാഴ്ച അത് അവിടെ ഉണ്ട്, അവിടെയുണ്ട്. ഈ കത്തിയില്ലേ ഉണ്ടായി കറുപ്പ് സത്യം പറയും ഈയല്ലേ ഉണ്ടായത്? അല്ല, മൂന്നെണ്ണം വാങ്ങിയത്. അതിലിപ്പോ 2 എത്തി. ഇവിടെ കുറേ പ്ലേറ്റുകൾ എടുത്തിട്ട് നമ്മുടെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുപ്പിപ്പാത്രങ്ങൾ അതൊക്കെ ഇനി എടുക്കണം. എന്തിനാ അതൊക്കെ എടുത്ത് വയ്ക്കുന്നത്? ഞാൻ അതാ പറയുന്നത്. ഒരു സാധനം വെറുതെ നമ്മൾ എടുത്ത് നാശാക്കില്ല, എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെയൊക്കെ അല്ലേ ഈ സംഭവങ്ങൾ ചിലതിൻ്റെയൊക്കെ കോട്ടിങ്ങൊക്കെ പോയിട്ടേ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാതെ പോലെട്ടാ. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിളച്ച് കഴിഞ്ഞാലേ ഇത്തെ ഇഞ്ചി എടുത്ത് മാറ്റണം കേട്ടോ.
അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ കയ്പ്പ് വരും അല്ലേ? കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാലേ എന്ത് നീറ്റായിരിക്കും വീടിൻ്റെ ഉള്ളിൽ എന്നറിയോ? ഒരു വൃത്തിയോടും ഉണ്ടാവില്ല. അതിന് വേണ്ടി നാളേക്ക് ഒരാളും ഇങ്ങോട്ട് വരണം. കുറേ എന്താ കുഞ്ഞുണ്ണി അതാ സിറ്റിയുടെ കവറൊക്കെ ചവിട്ടി മടക്കി ഓരോടത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി പോയിട്ടില്ല കേട്ടോ. കുഞ്ഞുണ്ണിക്ക് എന്താ വയ്യല്ലോ, അപ്പോൾ അവൻ പോയിട്ടില്ല. അതുകൊണ്ട് അവൻ അവിടെ കൊച്ചു ടി വി ഇരുന്ന് കാണുന്നുണ്ട്. കത്തി എടുത്തേക്കട്ടെ കേട്ടോ. നമ്മുടെ ഇതിങ്ങനെ ശ്രദ്ധിക്കാതെ നമ്മളില്ലേ ഇങ്ങനെ വെക്കും. എന്നിട്ട് ലാസ്റ്റ് അതവിടെ താഴണ്ടേ, മറ്റേ കറുപ്പ് അവിടെ താഴെണ്ട്. ഞാൻ അടുത്ത് തരണോ? ചെറിയ കത്തി ഇവിടെ അവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ അതിന് കാണാനില്ല. ഇപ്പം എത്ര ഈ സമയം? ദോശയ്ക്ക് അരി എടുത്തേ. നമ്മളില്ലേ 2 നാഴി അരി കേട്ടോ അരയ്ക്കുന്നുള്ളൂ. സമയം എത്രയോ? 1 മണിയായോ? എന്താ തുല്യുവേന്ന് ഇതിൽ അതിലില്ലേ 1/4 കിലോൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ. 1/4 കിലോന് നാളെ എടുത്തിരുന്നു. അപ്പോൾ പിന്നെ അളവ് നോക്കിയില്ലെങ്കിൽ നമുക്കത് പാകാവും കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ ഇടുമ്പോൾ അളവ് നോക്കില്ലല്ലോ. ഇന്ന് വെറും പച്ചരി മാത്രമേ ഇടുന്നുള്ളൂ. പച്ചരി ഉഴുന്നും ഉലുവയും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നാളേക്ക് ദോശ, മറ്റന്നല്ലേ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കണം. കുറേ ദിവസം ഇന്നലെയും ദോശയായിരുന്നു. ഇന്ന് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല. നാളെ മക്കൾക്ക് സ്കൂളില്ലാതിരിക്കല്ലേ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ അച്ചുട്ടിയൊക്കെ പറയും കേട്ടോ, എന്താ ഒന്നും ഉണ്ടാക്കാത്തത് ചോദിക്കും. ഇല്ലേട്ടാ, അവൾക്ക് കളിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. മറ്റവരുടെ പോലെയല്ല. അമ്മൂന് പിന്നെ വേണമെന്നേ ഇല്ല. നമ്മുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ അവൾക്ക് കൊടുക്കുക എന്നല്ലാതെ ഭക്ഷണം വേണം പറഞ്ഞിട്ട് അമ്മ നിർബന്ധിക്കില്ല കേട്ടോ. ഇന്ന് റേഷൻ കടയ്ക്ക് പോകണം. ഇങ്ങനത്തെ ഡപ്പകളുള്ളത് കൊണ്ടേ നല്ല സുഖമാണ്. പിന്നെ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ പോകുമ്പോഴേ ചില സമയത്ത് 217 രൂപയ്ക്കൊക്കെ എന്താ ആശീർവാദം എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്? ഓഫറിന് വാങ്ങിയില്ലേ അല്ലേ? 5 കിലോൻ്റെ ആശീർവാദം വാങ്ങിട്ടോ. അത് നല്ല ഉപകാരമായി. റേഷൻ കടയിലത്തെ അതും കൂടിയും കിട്ടുമ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചപ്പാത്തിയും ഗോതമ്പ് ദോശയും അങ്ങനെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഗോതമ്പ് പൊടിയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ വൈകുന്നേരത്തേക്ക്. നല്ല പച്ചരിയാണ്. റേഷനരി മറ്റേത് ഇടുന്നില്ല വിചാരിച്ചിട്ടാണ്. മറ്റേത് എന്താണെന്നറിയാം, പുഴുങ്ങല്ലരി ഇടുന്നില്ല വിചാരിച്ചിട്ടാണ്. വെറുതെ ദോശ ഞാൻ കലക്കിപ്പാറിനപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദോശ തന്നെ ആക്കാതെ വെച്ചു. നമുക്കിപ്പോൾ എപ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ദോശയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് നമുക്കില്ലേ ഇനി ഈ സംക്രാന്തി വരുമ്പോൾ അങ്ങനെ കഴിക്കാനൊന്നും തോന്നില്ല കേട്ടാ. എപ്പോഴും പലഹാരം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല. എൻ്റെ വീട്ടിൽ പലഹാരം കിട്ടണമെങ്കിൽ സംക്രാന്തി ആവും. ഇപ്പോൾ ഇല്ലേ എൻ്റെ വീട്ടിലൊന്നും ആട്ടുകല്ലൊന്നും ഇല്ല കേട്ടോ. അടുത്ത വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ അരിയൊക്കെ അരയ്ക്കുക. രാവിലെ ഒരു കൂട്ടർ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വേറൊരു കൂട്ടർ വരും. ഓരോരുത്തരുടെ അരച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടാ ആട്ടുകല്ല് കിട്ടുള്ളൂ. എന്താ ഇവിടെ ആട്ടുകല്ലൊക്കെ ഉണ്ടായിരുന്നു ചില സമയത്ത്. ഈ സമയത്തൊക്കെ കഴുകി ഉപയോഗിക്കുന്നുള്ളൂ. അതുവരെയൊക്കെ അതവിടെ ഇങ്ങനെ കിടക്കലിനുള്ളൂ. എന്താ വീട്ടിൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കി തരാനുള്ള ഒഴിവൊന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ ഇങ്ങനെ പണിക്ക് പോവല്ലേ. ഇപ്പോൾ നമ്മൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരാൻ ഒഴിവില്ലാത്തത് കൊണ്ട് ആ സമയത്ത് എന്തായാലും ഉണ്ടാക്കും. ഇതുപോലെ മാവൊന്നും ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ദോശ ഉണ്ടാക്കണമെങ്കിൽ 2 പാക്കറ്റ് മാവൊക്കെ വാങ്ങിക്കൊടുന്നു കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് 2 പാക്കറ്റ് മാവ് ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ.
എനിക്ക് 2 പാക്കറ്റ് മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ തികയില്ല. അവിടെ ഇരിക്കട്ടെ, സെറ്റായില്ലേ. ഇവിടെ വെള്ളം തിളച്ചു, കുറച്ചായി പോകാൻ വേണ്ടിയിട്ടാട്ടത്. എത്ര വേഗം ഇതിൻ്റെയൊക്കെ കളർ മങ്ങിയ പോലെ ഇതിലേട്ടാ. അത് കുട്ടികളൊക്കെ പിടിച്ച് ചളി നിറം മങ്ങുന്നില്ല. നിറം മങ്ങുന്നില്ല. മങ്ങില്ലാണോ? നിറം മങ്ങില്ലേ ഏട്ടാ? എപ്പോഴും തുടയ്ക്കുമ്പോൾ ഇങ്ങനെ പറയും. നമ്മുടെ അത് കൂടെ നടന്നിങ്ങനെ പോകും, കുട്ടികൾ ഇങ്ങനെ കൈ വെച്ച് പോകില്ലേ, അതിൻ്റെ ഒരു ഇതാണ്. ഇതേ എത്ര രൂപയുടെ വാതനേട്ടത്? ഇത് 3800 ഇതൊക്കെ നമ്മുടെ റെഡിമെയ്ഡ് വാതിലാണ് കേട്ടോ. പക്ഷെ അനിയേട്ടൻ്റെ ഐഡിയക്കില്ലേ, അനിയേട്ടൻ എന്ത് കാട്ടിയെന്നറിയോ? ഫുള്ളും ഏട്ടൻ പെയിൻ്റ് അടിച്ച് കുട്ടപ്പന്മാരാക്കി. മറ്റേതൊരു മെറൂൺ കളർ, എല്ലാവിടെയും ഒരേപോലത്തെ പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാണ്ടോ ഇവിടെയൊക്കെ കണ്ടോ കളറ് പോകാൻ തുടങ്ങി. ഈ ഭാഗത്തൊക്കെ കണ്ടോ ചെറിയൊരു കോട്ടിങ് ആണല്ലേ, ആ കോട്ടിങ് ഫുള്ള് പോയി പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ പെയിൻ്റ് അടിക്കണം. പിന്നെ അല്ല, പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ വൃത്തിയുണ്ടാവും. അപ്പം ഇനി എന്തായാലും അത് അത്ര പെട്ടെന്നൊന്നും പോയില്ലേ? അത്ര പെട്ടെന്ന് പോകുന്നില്ല. പോലേ നനയണമെന്നില്ലല്ലോ. ഞാൻ തുടയ്ക്കുമ്പോൾ നനയുന്നുണ്ട്. ആ ചെറിയ നനവൊന്നും വിഷയമില്ല, വെള്ളം നിൽക്കായിരുന്നായി. നമ്മളത് എപ്പോഴൊന്നും ചെയ്യില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തന്നെയാണ് നമ്മൾ തുടയ്ക്കുള്ളൂ. ഇവിടെയൊക്കെ ജനലും വാതിലൊക്കെ മഴക്കാലത്തൊക്കെ പത്രമായി, വേനൽക്കാലത്തെ പൊടി കാര്യമായിട്ടാവും. വേനൽക്കാലത്താണ് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ തുടയ്ക്കുക ഒക്കെ ചെയ്യുള്ളൂ. എന്തായാലും മൊത്തത്തിലൊരു ഒന്നുകൂടെ ഗംഭീരമാക്കി തുടയ്ക്കാനുള്ളതുണ്ട്. അവിടെ ചുമരൊക്കെ അല്ലേ? ചുമര് ഒരു വെള്ള തുണി എടുത്തിട്ട് ഇവിടേക്കൊക്കെ നോക്കിയൊക്കെ കിടക്കുന്നത് മഞ്ഞ കളറായിരുന്നില്ലേ? വെള്ള കളറ് പോയിട്ട് മഞ്ഞ കളറായി. ഇത് പിന്നെ തുടച്ചാൽ പോണതാണ് കേട്ടോ, മൈക്ക ഇതും കൊണ്ടല്ലേ. ഇതൊക്കെ പിന്നെ വേഗം ഇതാണ്ടോ. നമ്മുടെ അമ്മൂനും അച്ചൂനും ഓരോ റൂം കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ചെയ്യും. ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ശനിയാഴ്ചയും ചിലപ്പോൾ ക്ലാസ് ഉണ്ട്, അപ്പം അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഇത് മഞ്ഞൾ പോയിട്ട് ഏട്ടൻ ചീത്തായിരുന്നു അല്ലേ ഇതിൽ? മഞ്ഞൾ പോയി പറഞ്ഞിട്ട്. എങ്ങനെ മഞ്ഞൾ പോകണം? അത് ഞാൻ അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ മഞ്ഞൾ തേക്കാൻ പറഞ്ഞിട്ടേ എവിടെയെങ്കിലും പുറത്ത് ഒതുങ്ങി പോയി തേച്ചാൽ പോരെ. അപ്പോൾ അത് കയ്യിന്ന് എന്നിട്ട് അമ്മ പറഞ്ഞിട്ട് അമ്മ മഞ്ഞൾ തേക്കാൻ തന്നിട്ട് ചുമരക്കൂടെ ഇനി ആവാത്തോടെ അവിടെ ഇല്ല. ഇങ്ങനെ മഞ്ഞൾ തേക്കും, മഞ്ഞൾ മുഖത്ത് തേക്കാണ്ട് കൊടുത്തു. എന്താ പൊന്നെ കാര്യമായിട്ട് പൊടി ഉണ്ടാവില്ലല്ലേ? അതിലൊന്നും കാര്യമായിട്ട് പൊടിയില്ലല്ലോ. ആഴ്ചയിൽ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ അധികം പൊടിയൊന്നുമില്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് എന്താ കാണിക്കുന്നത്? നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ തുടയ്ക്കും. ഇനിയിപ്പോൾ സംക്രാന്തിയൊക്കെ ആകുമ്പോൾ 15-ാം തീയതിയൊക്കെ ആകുമ്പോൾ 13-ാം തീയതിയൊക്കെ ആയിട്ട് എല്ലാവടെയും അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടണം. ആര്? ചെമ്പോത്ത് അതൊരു പക്ഷിയില്ലേ, ആ പക്ഷി കരയുന്ന സൗണ്ട് കേട്ടോ. ആ കണ്ട, അതൊന്നും കേൾക്കാത്ത സംഭവങ്ങളല്ലേ അത്. ഇന്ന് ഞങ്ങൾ രാവിലെ പോകുമ്പോൾ കുറുനരീനെ കണ്ടു കേട്ടോ. എത്ര കുറുനരികളാലേട്ടാ പള്ളിയുടെ അവിടേക്ക് ഓടുന്നുണ്ടല്ലേ. ഇഷ്ടം പോലെ ആദ്യം 1-2 കണ്ടായിരുന്നു. ഇഷ്ടം പോലെ. എന്തെങ്കിലും നമ്മളിങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാലേ നമ്മുടെ ടെൻഷൻ കുറയും കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കിയൊക്കെ. അപ്പോൾ നമ്മുടെ മനസ്സിന് കുറേ ടെൻഷനുകളും ഭാരങ്ങളും ഒഴിവായിപ്പോവും. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് എപ്പോഴും ഓരോ ആലോചനയും. അപ്പോൾ നമ്മുടെ മണ്ടപ്രാന്ത് പിടിക്കും അല്ലേ?
എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികളും കഴിയും, അവിടെ വൃത്തിയായി കിടക്കുകയും ചെയ്യും. മറ്റേ നമ്മൾ ആലോചിച്ച് എവിടേക്കാ എന്താ പറയുക, ആലോചിച്ച ഒരു അന്തമില്ല, ആലോചിച്ചിട്ടില്ലെങ്കിൽ ഒരു കുന്തമില്ല അറിയില്ലേ. ശരിക്ക് അങ്ങനെ. ഇതേ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്ത് വെച്ചല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ലേ വേഗം പണി കഴിയും. അടുക്കളയിൽ ചെയ്യാനാണ് കുറച്ചും കൂടി ഒരു പണി വരിക. എന്താ വെച്ചാൽ അടുക്കളയിൽ ആ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കലും ഒക്കെ വേണ്ടേ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് ഇതും എന്താ എങ്ങനെ പറയട്ടെ കഴുകണുണ്ടല്ലേ, അതൊക്കെ വീഡിയോയിൽ കാണിക്കില്ല എന്നേ ഉള്ളൂ. ഇനി ചില കൂട്ടുകാർ പറയും ഒരു തുണിയും കൊണ്ട് തന്നെ പ്രസ് അങ്ങനെ ചെയ്യുകയാണോ വിചാരിക്കും. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടത് തുടപ്പ് കഴുകിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൺലൈനിലല്ലേ ഇതിൻ്റെ ഒരു തുണി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാണാവോ ഇനി വരിക. ഞങ്ങളിനിപ്പോൾ കുറച്ച് ഒരു ഇടത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് വരുന്നത് പറഞ്ഞു വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഇതെന്താ ഇങ്ങനെ ഒരു കറുപ്പ് കളർ വരുന്നത്? ഈ കരിമ്പന പോകാൻ എന്താ ചെയ്യുക? ആ അല്ലാണ്ട് എന്താ കരിമ്പന പോകാൻ ചെയ്യും? കുറേ പ്രാവശ്യമായില്ലേ പറയുന്നു സോഫയ്ക്കൊരു കവറിട്, സോഫയ്ക്കൊരു കവറിട്. നമ്മൾ സോഫയ്ക്ക് കവർ ഇട്ടു കേട്ടോ. എന്താ ആദ്യമേ ഉണ്ടായിരുന്നു കവറ്, പക്ഷേ ഈ പെയിൻറ്റിൻ്റെ കളറായതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ചളിയായിട്ട് നല്ല വൃത്തിയുടെ. ഈ കളർ എങ്ങനെയുണ്ട്? ഇതിൽ തുള്ളി വെള്ളമൊക്കെ ആയാലും അറിയില്ല കേട്ടാ. വെള്ളം ചെളി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അഴിച്ച് കഴുകാലോ. പക്ഷേ ഇതെന്താ വെച്ചാൽ നമുക്ക് എടുത്തിട്ട് അഴിച്ച് കഴുകാൻ പറ്റും കേട്ടോ. അതാണ് ഒരു പ്രത്യേകത. മഞ്ഞ മയായി മൊത്തത്തിൽ മഞ്ഞ മയായി അറിയാം. ഇത് ശരിക്കും മഞ്ഞ കളറല്ല കേട്ടോ വരുന്നത്. നമ്മുടെ ഈ വാതിലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു കളർ തന്നെ വരുന്നത്, ഗോൾഡൻ കളറാണ് വരുന്നത്. പക്ഷെ എന്താണെന്നറിയോ, നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മറ്റേത് കവറ് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മക്കളത് എടുത്തിട്ട് കാലും ചവിട്ടി കളഞ്ഞൂട്ടോ. അപ്പം ഞാൻ കുറേ ഏട്ടൻ്റെ അടുത്ത് പറയണു ഇതേപോലെ ഇതെന്താ വെച്ചാൽ നമുക്ക് അഴിച്ച് കഴുകിയിട്ട് പിന്നെയും നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. അപ്പോൾ ഇങ്ങനത്തെ മതി എന്ന് പറയുന്നു. ഇനി വേറൊരു കളറും കൂടി നമുക്ക് ഇപ്പോഴല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊന്ന് അടിച്ചിട്ടാലേ സംഭവം സൂപ്പറാവില്ല ചേട്ടാ. വേറെ പക്ഷെ നോക്കുമ്പോൾ ഇതേ ഉള്ളൂ. ഇതെങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഞാൻ കുറേ പറയണു എൻ്റെ അപ്പോൾ എനിക്കിതിൽ സങ്കടമൊക്കെ വന്നിരുന്നു കേട്ടോ. ഈ സോഫ കാണുമ്പോഴേ സോഫ എന്ന് പറയുന്നത് സെറ്റ് കാണുന്ന സമയത്ത്. കാരണം എന്താ നമ്മൾ അത്രയും ആശിച്ചിട്ടൊരു സംഭവം ഉണ്ടായിട്ട് ഫുൾ ചളി. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കുട്ടികൾ പെട്ടെന്ന് ആൾക്കാർ കയറി വരുന്ന സമയത്ത് ചവിട്ടി ഇതാക്കിയിട്ട് വൃത്തികേടായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ആ ഏട്ടൻ തന്നെ പറയണേ പണിത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഉണ്ടായിരുന്നു സെറ്റ് കാണാൻ. നല്ല ഉഷാർ. എല്ലാവർക്കും ഇതിൻ്റെ കളറ്. കാരണം ഈ വീടിന് എന്ത് പണി ചെയ്യുക വെച്ചാലും അതിനനുസരിച്ചിട്ടുള്ള പെയിൻ്റാണ് നമ്മൾ കൊടുത്തിരുന്നത്. അവിടുത്തെ പെയിൻറ്റിനനുസരിച്ച് നമ്മളിവിടെ പിന്നെ അതേപോലത്തെ മഞ്ഞ കളറിനനുസരിച്ചിട്ട് അപ്പുറത്തിലേട്ടാ. അപ്പം അങ്ങനെ എല്ലാറ്റിനും ഓരോന്ന് നമ്മൾ ബെഡ്ഷീറ്റ് അടക്കം അങ്ങനെയാണ് കേട്ടോ അന്ന് വാങ്ങിയത്. അപ്പോൾ എനിക്ക് സത്യം പറയാ ഇപ്പോഴാണ് ഒരു സന്തോഷമായത്. ഞാൻ കുറേ ഏട്ടനോട് പറയണു ഏട്ടാ ഒരു കവറടിച്ചത് സാരി അടിച്ചിടാൻ പറ്റില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ സാരി അടിച്ചിട്ട് ഇങ്ങനെ ഇടുമായിരുന്നു പ്ലെയിൻ സാരികളൊക്കെ. ഇതിപ്പോൾ അത് പറ്റില്ലല്ലോ. ഇതിന് പറ്റിയൊരു സംഭവം കവറിൻ്റെ വേണ്ടേ. പിന്നെ എന്നോട് ഒരു അമ്മ പറഞ്ഞതാണ് കേട്ടോ, കാര്യങ്ങൾ അങ്ങനെ കണ്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഇവിടെ കാണുന്ന ഭാഗത്ത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കണമെന്ന്. ഈ അനിയേട്ടല്ലേ ഒരു സ്ഥലം ആണിയടിക്ക് വയ്ക്കില്ല, ഒരു സ്ഥലത്ത് നല്ല ഭംഗിയില്ലേ. ഇത് ഇങ്ങനെ തുമ്പിക്കൈ ചിലർ പറയും ഇടതുവശത്തേക്ക് വന്നാലാണ് നല്ലത്, ചിലർ പറയും വലതുവശത്തേക്ക് വന്നാലാണ് നല്ലത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമുക്കതിൽ അത്ര വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല, അത് വേറെ കാര്യം അല്ലേട്ടാ. ഓരോരുത്തർ പറയുമ്പോഴാണ് വലത്തോട്ടോ മേൽത്തോട്ടോ നിങ്ങളുടെ അവിടെ ഇരിക്കണ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ, ഇടതും വലതും ഒക്കെ ഉണ്ട്. നമുക്കതിനെ പറ്റിയിട്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ
ഇത്രയും ഇതായിട്ടില്ലേ വീട്ടിലത്തെ അമ്മ ഒന്നും എന്നോട് ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ. നാളുണ്ട് അമ്മ പറയുന്നു, പ്രസി എനിക്കൊരു മോതിരം വാങ്ങിത്തരും ഏട്ടാ, കേട്ടില്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓണ ഫണ്ട് കിട്ടട്ടെ, ഓണ ഫണ്ട് കിട്ടിയിട്ട് മോതിരം വാങ്ങിത്തരാമെന്ന്. ആദ്യമൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനമൊക്കെ കിട്ടണതിൻ്റെ മുമ്പേ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് അമ്മ എനിക്ക് തരുമായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ വരുമ്പോൾ അറിയാമല്ലോ, അപ്പം മക്കളുള്ള അമ്മമാർ എല്ലാവരും തരാറില്ലേ ഏട്ടാ. എന്താ അമ്മ പണിക്ക് പോകണ്ടല്ലോ, പണിക്ക് പോകാതെ വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ല. അമ്മ പണിക്ക് പോകുകൊണ്ട് അമ്മ എന്തെങ്കിലും 1000 500 അങ്ങനെയൊക്കെ തരുമായിരുന്നു. ഇപ്പോൾ നമുക്ക് വന്നു വെച്ചാൽ വരുമാനമുള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും 10 1000 കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ അമ്മ വാങ്ങില്ല. വേണ്ട, നിങ്ങൾക്ക് എന്താ 2 3 കുട്ടികളല്ലേ, നിങ്ങൾക്കല്ലേ ചിലവ്, നിങ്ങൾ കയ്യിൽ വെച്ചോളിയും പറയട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ആദ്യമായിട്ട് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങിക്കൊടുക്കണം എന്നുണ്ട്. ഓണമാകുമ്പോഴേക്കും എന്താ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഓണ ഫണ്ട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഓണ ഫണ്ട് കൂടിയില്ല. പൂരഫണ്ടല്ലേ കേട്ടോ കൂടി, ഓണ ഫണ്ട് കൂടിയിട്ടില്ല കേട്ടോ. പൂരഫണ്ടല്ലോ, ഓണ ഫണ്ടൊന്നുമില്ല. ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ മറ്റേ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണ്ടേ, 2 പേർക്ക് വാങ്ങിക്കൊടുക്കണ്ടേ? ഒരാൾക്ക് മാത്രമായിട്ട് എങ്ങനെ വാങ്ങിക്കൊടുക്കുക? അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഏട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒരേപോലെ തന്നെയല്ലേ. നമ്മൾ ഒരാൾക്ക് മാത്രം അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പക്ഷേപതായിട്ട് തോന്നില്ലേ നമ്മൾ. പക്ഷേ ഞാൻ എൻ്റെ അമ്മയ്ക്കൊന്നും സത്യം പറയാച്ചാലേ എന്തെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടം ഈ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ, ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങ് വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ ഒരു 10 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ വാങ്ങില്ല. വേണ്ട 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 പറയും. പക്ഷേ ഞാൻ സാരി എടുത്തു കൊടുക്കും കേട്ടോ അമ്മയ്ക്ക്. സാരി എന്താ അത് ഇവിടുത്തെ അമ്മയ്ക്ക് എടുക്കുമ്പോൾ അതേപോലെ അവിടുത്തെ അമ്മയ്ക്ക് കൊടുത്തു കൊടുക്കും. പിന്നെ ഇപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇവിടെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് കൊണ്ടുപോവാം. അമ്മയ്ക്ക് ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ 2 അമ്മമാരെയും കൂട്ടിയിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകണല്ലേ. കുറേ ആയില്ലേ വിചാരിക്കണം അങ്ങനെ. ഇപ്പം ഇവിടുത്തെ അമ്മ എപ്പോഴാണ് വരികയെന്ന് അറിയില്ല കേട്ടോ. വയസ്സായി വരുമ്പോൾ അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതലും ഒന്നും വേണ്ട, 1 ഗ്രാം മതി. അപ്പോൾ 1 ഗ്രാമിൻ്റെങ്കിൽ 1 ഗ്രാമിൻ്റെ എന്താ 2 പേർക്കും പാടെ വാങ്ങാൻ സാധിക്കട്ടെ ആ സമയമാകുമ്പോഴേക്കും. അങ്ങനെ വാങ്ങാൻ സാധിക്കുക വെച്ചാൽ നമുക്ക് വാങ്ങിക്കൊടുക്കാമല്ലോ അല്ലേ, അല്ലേ ഏട്ടാ? എന്തൊന്ന് നോക്കാം. സ്വർണ്ണത്തിൻ്റെ കഥയെല്ലാം ഇപ്പോൾ പറഞ്ഞത്, ഇപ്പം നോക്കാതെ പറയാനേ പറ്റും. വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം. അമ്മ അതെന്താ വെച്ചാൽ എല്ലാതും എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ കഴുത്തിലുള്ള മാലയുണ്ടെ, കാതിലുള്ള അച്ചുട്ടിയുടെ 28 സമയത്ത് കാതുകുത്താൻ പൈസ അല്ലാണ്ട് അത് അമ്മമ്മ വീട്ടുകാരാണല്ലോ കാതുകുത്തുക. അപ്പോൾ കാത് കുത്തി കൊടുക്കണ്ടേ. എന്നിട്ട് അമ്മയുടെ കാതിൽ കിടക്കുന്ന കമ്മൽ കൊണ്ടുപോയി വിറ്റിട്ടാണ് കേട്ടോ നമ്മുടെ അച്ചുട്ടിക്ക് കാതിക്ക് കമ്മൽ വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷം അമ്മ ഗ്യാരണ്ടി തന്നെ ഇട്ട് കിടക്കുന്നത് അല്ലേട്ടാ. ഇപ്പോഴാണ് ഒരു കമ്മൽ, അതുവരെ ഗ്യാരണ്ടി തന്നെയാണ് കേട്ടോ ഇട്ട് നടന്നിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ വെറുതെ ചോദിച്ചതാണ് നമ്മുടെ എത്തി, അമ്മ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിത്തരണ്ടേ, എന്താ ഞങ്ങൾക്ക് വാങ്ങിത്തരുമോ? അപ്പോൾ എനിക്കൊരു മോതിരം മതി. കഴുത്തിൽ മാലില്ല, എന്നാലും കയ്യിലൊരു ഇടാൻ, എല്ലാവരുടെ കയ്യിലും ഇടുമ്പോൾ എനിക്കിങ്ങനെ എന്താ ഒരു മോതിരം ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ മോതിരല്ലേ, ഇതുവാണോ ചോദിച്ചപ്പോൾ ഇതൊന്നും അല്ല വേണ്ടിക്ക് സ്വർണ്ണത്തിൻ്റെ 1 ഗ്രാമിൻ്റെ ഉള്ളിലുള്ളതെങ്കിലും വാങ്ങിത്തരണേ പറഞ്ഞേ. അപ്പം അതിനുള്ളത് ദൈവം തരട്ടെ അല്ലേ. അല്ലെങ്കിൽ പറയില്ലേ ചില നാട്ടിലിങ്ങനെ പറയില്ലേ, കിട്ടുന്നതൊക്കെ പെമ്മക്കൊക്കെ കൊടുക്കണത്, ആമക്കൊന്നും കൊടുക്കില്ല പറയില്ലേ. നമുക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ തന്നില്ല എന്ന് പറയില്ല. വരുമാനം കിട്ടുന്നതിന് മുമ്പ് അമ്മ എനിക്ക് തന്നിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും കൊടുക്കണം അതേപോലെ തന്നെ. അല്ലാതെ നമുക്കായിട്ട് ഇങ്ങനെ കിഴി കെട്ടി കൊണ്ടുവന്ന് തരാനൊന്നും, എന്ത് ഈ കൂലിപ്പണിക്ക് പോയിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും തരാൻ? എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ. ആണുങ്ങളുടെ വരുമാനം ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. പക്ഷെ തന്നത് നമ്മളൊരിക്കലും നമ്മുടെ അമ്മ എന്താ ചാരാൻ്റെ വീട്ടിൽ പോയി വേർത്തൊലിച്ച് പണിയെടുത്താലല്ലേ അതിൽ 1 രൂപ വെച്ചാൽ 1 രൂപ കിട്ടുള്ളൂ. അതിനൊരു 10 രൂപ കിട്ടുക വെച്ചാൽ നമുക്കത് സന്തോഷം തന്നെ. അത് ഏത് പെമ്മക്കും അങ്ങനെ തന്നെയാണ്. എത്ര കഷ്ടപ്പാടുള്ള എന്താ അമ്മമാരാണോ വെച്ചാൽ മക്കൾക്ക് ഒരു 10 രൂപയെങ്കിലും കൊടുക്കാതിരിക്കില്ല. എൻ്റെ അച്ഛനാണോ എന്ന് വെച്ചാലും തന്നെ കേട്ടോ. എന്താ ഈ മലപ്പുറത്തൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു 50 രൂപ കയ്യിൽ തരാനുള്ളൂ എന്ന് വെച്ചാൽ അത് തന്നിട്ട് അങ്ങനെ പോവുമായിരുന്നു. എന്താ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ഏട്ടാ? ഇപ്പോൾ അതേപോലെ ഏട്ടൻ്റെ അമ്മയാണോ എന്ന് വെച്ചാലും പെങ്ങൾ വരുമ്പോൾ പെൻഷനാണ് കിട്ടുക, എന്നാലും എന്തെങ്കിലും അമ്മ കൊടുക്കും. അതൊക്കെ ഒരു സന്തോഷമല്ലേ. രസമുണ്ടോ? അപ്പോൾ അതാ മഴ ചാറാൻ തുടങ്ങിട്ടോ. ഭക്ഷണം കഴിച്ചു. ഇനി എന്താ കുറച്ചും കൂടി അപ്പുറത്തെ വൃത്തിയാക്കാനുണ്ട്, അത് പോയിട്ടൊന്ന് വൃത്തിയാക്കട്ടെ.
ഇപ്പം എന്താ നാളെ കാണാം കേട്ടോ.